യാത്ര 2025 ഒക്ടോബർ 13 ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ കാണുക. ബഹുമാനരായ ഹൈക്കോടതി ന്യായാധിപർ, മൂവാറ്റുപുഴ മുനിസിപ്പൽ കോടതി ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സെക്രട്ടറി, ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് നിയമപരവും മനുഷ്യത്വപരമായി എത്രയും വേഗം നിങ്ങൾ ഞങ്ങളെ സഹായിക്കുക. 1995 മാനവ നന്മയ്ക്കായി ഞാൻ വാങ്ങിയ 7 സെന്റ് സ്ഥലത്തിൻ്റെ സമീപ പ്രദേശത്തുള്ള വാടക വീട്ടിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. അസ്ഥിയുടെ തേയ്മാനം കാരണം കൂലിപ്പണി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വാങ്ങിയ 7 സെന്റ് സ്ഥലത്ത് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ചവർക്കെതിരെയുള്ള പരാതികൾ 2022 ഞാൻ സമർപ്പിച്ചിട്ടുള്ളതാണ്. 2023 ഓഗസ്റ്റ് മാസത്തിൽ മൂവാറ്റുപുഴ മുനിസിപ്പൽ കോടതി കവാടത്തിന് മുന്നിൽ ഞങ്ങൾ സമരം ചെയ്തപ്പോൾ സ്ഥല സംബന്ധമായ പ്രശ്നങ്ങൾ ഹൈക്കോടതി ജഡ്ജിയെ നേരിൽ കണ്ട് പരിഹാരമുണ്ടാക്കാമെന്ന് മൂവാറ്റുപുഴ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സെക്രട്ടറി എനിക്ക് ഉറപ്പു തന്നിരുന്നു. 2024 ഒക്ടോബർ 8 സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഹൈക്കോടതി ജഡ്ജിക്ക് എൻ്റെ വിവിധ വിഷയങ്ങളടങ്ങിയ പരാതികളും DTP ചെയ്ത 3 പേജുള്ള റിപ്പോർട്ടും തിരുവള്ളുവർ രചിച്ച തിരുക്കുറളും ഞാൻ സമർപ്പിച്ചിരുന്നു. 3 പേജുള്ള റിപ്പോർട്ടും തിരുക്കുറളും ബഹുമാനരായ ന്യായാധിപർ വിശദമായി പഠിച്ച് അന്വേഷണ വിധേയമാക്കി റോഡിനോട് ചേർന്ന് 3 സെന്റ് സ്ഥലം സ്നേഹാലയയുടെ പ്രവർത്തനത്തിനും 4 സെന്റ് സ്ഥലം തിരുക്കുറൾ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിനായുള്ള ന്യായവിധി എത്രയും വേഗം നടപ്പാക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ജ്ഞാനമഠത്തിന് വേണ്ടിയുള്ള 4 സെന്റ് സ്ഥലം കോടതിയുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് പ്രത്യേകമായി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. സ്വഭാവ ഗുണങ്ങളോടുകൂടി തിരുക്കുറൾ അടിസ്ഥാനത്തിൽ ജ്ഞാനമഠത്തെ മുന്നോട്ട് നയിക്കാനുള്ള ദ്രാവിഡ ജനസമൂഹമുണ്ടെങ്കിൽ അവരിൽ 75% വരുന്ന ജനങ്ങൾക്കും ഈ ജ്ഞാനമഠത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. അതിവേഗം ബഹുദൂരം സ്നേഹാലയയുടെ പ്രവർത്തനവുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രപഞ്ചമാകുന്ന ഗുരുവിനെ അടിസ്ഥാനമാക്കിയാണ് സ്നേഹാലയയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നത്. ജ്ഞാനമഠം സ്ഥാപിക്കാനുള്ള സ്ഥലം വാങ്ങിയതിനെ സംബന്ധിച്ച് എൻ്റെ ജീവിത അനുഭവങ്ങളടങ്ങിയ DTP ചെയ്ത 7 പേജ് വരുന്ന പരാതി കോടതിക്ക് ഞാൻ സമർപ്പിച്ചിട്ടുള്ളതാണ്. 7 പേജുള്ള പരാതി വിശദമായി പഠിച്ച് അന്വേഷണ വിധേയമാക്കുമ്പോൾ യഥാർത്ഥമായ സത്യങ്ങൾ കോടതിക്ക് ബോധ്യമാകും. 2025 സെക്രട്ടേറിയറ്റ് ഹൈക്കോടതിക്ക് സമീപമായുള്ള ഞങ്ങളുടെ സമരയാത്രയുടെ വീഡിയോ സ്വാമിനാഥൻ സ്നേഹമല ഫേസ്ബുക്കിൽ നിങ്ങൾ കാണുക. അച്ഛൻ വാങ്ങിയ 7 സെന്റ് സ്ഥലത്ത് തിരുക്കുറൾ വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മറ്റൊരു വീഡിയോയിൽ എൻ്റെ കുട്ടികൾ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇപ്രകാരമാണ്: അച്ഛൻ എവിടെ നിർത്തിയോ അവിടുന്ന് ഞങ്ങൾ തുടങ്ങും. ബഹുമാന്യരായ ന്യായാധിപരോട് എനിക്ക് പറയാനുള്ളത് ഇപ്രകാരമാണ്: ഞങ്ങളെ മഹാ അപകടത്തിലേക്ക് തള്ളിവിടരുതെന്ന് വളരെ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈ വീഡിയോ മാനവ സമൂഹത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളെക്കുറിച്ച് അറിയണമെന്നുള്ളവർ സ്വാമിനാഥൻ സ്നേഹമല ഫേസ്ബുക്കിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും അച്ഛൻ എഴുതിയ മറ്റു വിഷയങ്ങൾ നിങ്ങൾ വായിക്കുക. പ്രപഞ്ച സ്നേഹത്തോടെ സ്നേഹാലയ സ്വാമിനാഥൻ.